ഹലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസിലൂടെ നമുക്കിന്ന് ഹിന്ദി പഠിക്കാൻ നോക്കാം. അത്യാവശ്യ സാഹചര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റിയ വളരെ ലളിതമായ ഹിന്ദി വാക്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും നിത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു തന്നെ പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാതെ ഹിന്ദി ലാംഗ്വേജ് പഠിക്കാൻ പറ്റില്ല. ഹിന്ദി എന്നല്ല ഒരു ലാംഗ്വേജും പഠിക്കാൻ പറ്റില്ല. ഞാൻ പോകില്ല എങ്ങനെയാ ഹിന്ദിയിൽ പറയാ? മേ നെഹിം ജാവുങ്ക. എത്ര സിമ്പിളാ അല്ലേ? ഞാൻ എന്നുള്ളത് മേ, ജാനാന്ന് പറഞ്ഞാൽ പോവുക. അപ്പൊ നെഹിം ജാവുങ്ക പോകില്ല. ജാവുങ്ക എന്ന് പറഞ്ഞാൽ ഞാനായതുകൊണ്ട് കേട്ടോ. ഊങ്ക. മേ നെഹിം ജാവുങ്ക ഞാൻ പോകില്ല. മേ നെഹിം ജാവുങ്ക ഞാൻ പോകില്ല. നമുക്ക് തുടങ്ങാം. ഹം ശുരു കർ ലേത്തെ ഹെ. ശുരു കർണ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം തുടങ്ങുന്നതിനാണ് പറയാ ശുരു കർണ, ആരംഭിക്കുക, അതിനൊക്കെ പറയാം. ഹം ശുരു കർ ലേത്തെ ഹെ, നമുക്ക് തുടങ്ങാം. എന്തെങ്കിലുമൊക്കെ പണി നമ്മൾ എടുക്കാൻ പോവുകയാണ്, കുറച്ച് ആൾക്കാർ വരുന്നില്ല, അപ്പം നമ്മൾ പറയില്ലേ കുറെ ആളായിട്ടുണ്ടെങ്കിൽ നമുക്കത് തുടങ്ങാം അല്ലേ. ഹം ശുരു കർ ലേത്തെ ഹെ, നമുക്ക് തുടങ്ങാം. നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. തുംസെ പൂച്ച്നേസെ കുച്ച് ഫൈദ നഹീ ഹെ. തുംസെ പൂച്ച്നേസെ, തുംസെ എന്ന് പറഞ്ഞാൽ നിന്നോട്. തും എന്ന് പറഞ്ഞാൽ നീ, അല്ലെ നീയും നിങ്ങളും ഒക്കെ ആവാം. നിന്നോട് എന്ന് പറയുമ്പോൾ തുംസെ. പൂച്ച്നേസെ ചോദിച്ചിട്ട്, കാര്യമില്ല ഒരു കാര്യമില്ലാത്തതിനെ പറയുന്നതാണ് കുച്ച് ഫൈദ നഹീ ഹെ. ഫൈദ എന്ന് പറഞ്ഞാൽ കാര്യം. കുച്ച് ഫൈദ നഹീ ഹെ, ഒരു കാര്യവുമില്ല. നീ പോവുകയാണോ? തും ജാ രഹേ ഹോ ക്യാ. തും ജാ രഹേ ഹോ ക്യാ. അതൊരു ഇമ്മീഡിയറ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എടുക്കാം. നമുക്ക് പോവുകയാണ്, അവരെ പുറപ്പെട്ട് കഴിഞ്ഞു, അബൌട്ട് ടു ഗോ അല്ലെ. പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, തും ജാ രഹേ ഹോ ക്യാ. നീ പോകാൻ ഒരുങ്ങുകയാണോ, അല്ലെങ്കിൽ നീ പോവുകയാണോ. ഇമ്മീഡിയറ്റ് പ്രസന്റിൽ നടക്കാൻ പോകുന്ന സംഭവമാണത്. തും ജാ രഹേ ഹോ ക്യാ. ഞാൻ റെഡി അല്ല. മേ തയ്യാർ നീഹി ഹൂ. മേ തയ്യാർ നീ. തയ്യാർ എന്ന് പറയുന്നത് ഒരു മലയാളം വേർഡ് കൂടിയാണ് അല്ലെ. മലയാളത്തിൽ നമ്മൾ പറയും നീ തയ്യാറായില്ലേ, നീ റെഡി അല്ലേ. ഞാൻ റെഡി അല്ല എന്ന് പറയുമ്പോൾ മേ തയ്യാർ നീ ഹൂ. മേ തയ്യാർ നീ ഹൂ. അപ്പൊ അത് എളുപ്പമാണല്ലോ. മേ തയ്യാർ നീ ഹൂ. ഇത് തമാശയല്ല. മസേദാർ നീ ഹെ. മസേദാർ, മസേദാർ എന്നാ വായിക്കുക കേട്ടോ. ജായുടെ ഇടയിൽ ഇടയ്ക്ക് ഒരു കുത്തുണ്ട്, അപ്പൊ ആ കുത്ത് ഇതിലിടാൻ മറന്നതാ ഞാൻ. മസേദാർ നീ എന്ന് പറഞ്ഞാല് ഇത് തമാശയല്ല. ജായുടെ ശബ്ദം താഴെ ഒരു കുത്ത് വരുമ്പോഴേക്ക് സ ആയിട്ട് മാറും കേട്ടോ. മസേദാർ നീ. ഞങ്ങളുടെ കൂടെ വരൂ. ഹമാരെ സാത്ത് ആവോ. ഹമാരെ സാത്ത്. ഹമാര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ. സാത്ത് എന്ന് പറയുന്നതാണ് കൂടെ. കൂടെ വരൂ, ഞങ്ങളുടെ കൂടെ വരൂ. ഹമാരെ സാത്ത് ആവോ. എന്റെ കൂടെ വരും എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? മേരെ സാത്ത് ആവോ. അവന്റെ കൂടെ പോകൂന്ന് പറയണമെങ്കിലും ഉസ്കെ സാത്ത് ജാവോ. അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ വേർഡിന്റെ അർത്ഥം പഠിക്കുമ്പോൾ ആ സെന്റൻസ് വെച്ചിട്ട് നിങ്ങൾ കുറെ എണ്ണം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കൂ. ജോ മേ ബോൾ രഹാ ഹും വോ സുനോ. ജോ മേ ബോൾ രഹാ ഹും, ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നിങ്ങൾ കേൾക്കൂ. വോ സുനോ. വോ സുനോ എന്ന് പറഞ്ഞാൽ അത് കേൾക്കൂ. ജോ മേ ബോൾ രേ. ജോ മേ ബോൾ രേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കേൾക്കൂ. ജോ ബോൾ രേ എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേൾക്കൂ. ജോ മേ ബോൾ രഹാ വോ സുനോ. ഞാൻ വഴിയിലാണ്. മേ രാസ്തേ പർ ഹും. മേ രാസ്ത. രാസ്ത എന്ന് പറഞ്ഞ വഴിയാണ്. രാസ്തേ പർ ഹും വഴിയിലാണ്. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, അതറിയാം. മേയും തുമ്മും ഹമ്മും ഒക്കെ നിങ്ങൾക്ക് ബൈഹാർട്ടായി. ഇനി രാസ്തയും സാത്തും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഓൺലി തിങ് നിങ്ങളത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ നല്ലൊരു പണി മാത്രമേ ബാക്കിയുള്ളൂ. ചാനൽ നോക്കുന്നവർക്കൊക്കെ ഒരുവിധം ഹിന്ദി വേർഡ്സ് ഒക്കെ ഫെമിലിയർ ആയി കാണും. പക്ഷെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നീ എപ്പോഴാ പോവുക? തും കബ് ജാओगे. നീ എപ്പോൾ പോകുമെന്ന് ചോദിക്കുമ്പോൾ, എപ്പോൾ പോകുമെന്ന് ചോദിക്കണമെങ്കിൽ, എപ്പോഴാ പോവുക ചോദിക്കണമെങ്കിൽ സെയിം ഹിന്ദി തന്നെ കേട്ടോ. തും കബ് ജാओगे, നീ എപ്പോ പോവും. അത് ആപ്പാണെങ്കിലോ ആപ് കബ് ജായേംഗെ. ആപ് കബ് ജായേംഗി എന്നാവും. ഓക്കെ. തും കബ് ജാओगे, നീ എപ്പോഴാ പോവുക. ജാओगे, തും കബ് ജാओगे. ഞാൻ സത്യമാണ് പറയുന്നത്. മേ സച്ച് കഹ രഹാ ഹൂം. സത്യത്തിന് സച്ച് എന്നാണ് പറയാ. സച്ച്, സത്യം. കഹന എന്ന് പറയാ പറയുക. കഹന, ബോല, ഇതിന്റെയൊക്കെ അർത്ഥം പറയുക എന്ന് തന്നെയാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ചെറിയ വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. മേ സച്ച് കഹ രഹാ ഹൂം, മേ സച്ച് ബോൾ രഹാ ഹൂം എന്ന് പറഞ്ഞാലും അവിടെ ശരിയാണ് കേട്ടോ. മേ സച്ച് ബോൾ രഹാ ഹൂം, മേ സച്ച് കഹ രഹാ ഹൂം, അത് രണ്ട് പറഞ്ഞാലും ശരി തന്നെയാണ്. ഞാൻ വൈകി. മേ ദേർ ഹോ ഗയാ ഹൂം. മേ ദേർ ഹോ ഗയാ ഹൂം, ഞാൻ ലേറ്റ് ആയി. അല്ലെങ്കിൽ മേ ലേറ്റ് ഹൂം,
അത്രയും പറഞ്ഞാൽ മതി. ഈ ദേരോഗ്യ എന്നുള്ളത് നിങ്ങളത് മറന്നിട്ടുണ്ടെങ്കിൽ മേ ലേറ്റ് ഹൂ. ലേറ്റ് എന്ന് ഹിന്ദിക്കാരെ പറയും, നമ്മളും പറയില്ലേ മലയാളത്തിൽ ഞാൻ ലേറ്റ് ആയി അല്ലെ, ഞാൻ വൈകി എന്ന് പറയുന്നത് ലേറ്റ് ആയി എന്ന് നമ്മൾ പറയും. ഞാൻ ഒന്നുകൂടെ വരും, മേ ഏക് ഓർ ബാർ ആവുക, ഒരു പ്രാവശ്യം കൂടിയിട്ടാണ് ഏക് ഓർ ബാർ. ഏക് ഓർ ബാർ ഒന്നുകൂടെ, ഒരു പ്രാവശ്യം കൂടെ, അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ ആണോ എന്നറിയില്ല. ഇവിടെ ഏക് ഓർ ബാർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ, ആവുക വരും, മേ ഏക് ഓർ ബാർ ആവുക, ഞാൻ ഒന്നുകൂടെ വരും, ഏക് ഓർ ബാർ ആവുക, മേ ഏക് ഓർ ബാർ ആവുക. അതെന്റെ തെറ്റല്ല, വോ മേരാ ഗൽത്തിനിയെ, വോ മേരാ ഗൽത്തിനിയെ, അതെന്റെ തെറ്റല്ല. വോ എന്ന് പറഞ്ഞാൽ അത്, എന്റെ, മേര, വോ മേര അതെന്റെ, ഗൽത്തിനിയെ തെറ്റല്ല. വോ മേര ഗൽത്തി ഹേ എന്ന് പറഞ്ഞാലോ അതെന്റെ തെറ്റാണ്. അപ്പൊ ഇതിൽ കൂടെ രണ്ട് സെന്റൻസ് ആയില്ലേ നിങ്ങൾക്ക്, അതെന്റെ തെറ്റാണ്, വോ മേര ഗൽത്തി ഹേ, അതെന്റെ തെറ്റല്ല, വോ മേര ഗൽത്തിനിയെ. പെട്ടെന്ന് വരൂ, ജൽദി ആവൂ, ജൽദി ആവൂ. ജൽദി ആവുന്നുണ്ട, പെട്ടെന്ന് വരൂ. പെട്ടെന്ന് പോകൂ എന്ന് പറയണെങ്കിലോ ജൽദി ജാവൂ. ഓക്കെ, അപ്പം പെട്ടെന്ന് വരൂ എന്നുള്ളതിന് ജൽദി ആവൂ, പെട്ടെന്ന് പോകൂ എന്നുള്ളതിന് ജൽദി ജാവൂ. അതിന് കുറച്ച് വില കൂടുതലാണ്, वो थोड़ा महंगा है. മെഹങ്ക എന്നാ പറയാ, മേ എന്നാ പറയാ, പക്ഷെ എഴുതുമ്പോ മാ എന്നിട്ട് പറയാ, മഹങ്ക എന്നാണ് എഴുതുക, പ്രൊനൗൺസിയേഷൻ മെഹങ്ക എന്നാണ്. മെഹങ്ക ഹെ, वो थोड़ा महंगा है. മെഹങ്ക എന്ന് പറഞ്ഞാല് വിലപിടിപ്പുള്ള എന്നാണ് അർത്ഥം, വിലപിടിപ്പുള്ള. थोड़ा महंगा കുറച്ച് വില കൂടുതൽ, കുറച്ച് വില കൂടുതലാണ്. वो थोड़ा महंगा है, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് നമ്മൾ പറയില്ലേ, അതിനാണ് वो थोड़ा महंगा है, വില കൂടുതലുള്ളതാണ്, ഇതിന് കുറച്ച് വില കൂടുതലാണ്. സാധാരണ നമ്മൾ പറയുന്ന ഒരു വേർഡ് അല്ലെ, സെന്റൻസ്. നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, തും കിസ് ബാരെ മേ ബാത് കർ രഹാ ഹെ, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, അതുകൊണ്ടാണ് കർ രഹാ ഹെ. അപ്പൊ രഹാ ഹെ എന്നുള്ളതൊക്കെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നടന്നുകൊണ്ടിരിക്കുന്നതാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തും കിസ് ബാരെ മേ, നീ എന്തിനെ കുറിച്ചാണ്, കിസ് ബാരെ മേ എന്തിനെ കുറിച്ചാണ്, ബാത് കർ രഹ സംസാരിക്കുന്നത്. നിങ്ങൾ വളരെ നന്നായി ചെയ്തു, ആപ്നെ ബഹുത് അച്ഛേ സേ കിയാ, ആപ്നെ ബഹുത് അച്ഛേ സേ കിയാ. അപ്പം നിങ്ങൾ വളരെ നന്നായി ചെയ്തു എന്നുള്ളത് ഒന്നിക്കലും ഒരു സംഭവം ചെയ്തതിനെ പറയാ, അവർ പണി ചെയ്തതിനെ പറ്റി പറയുകയാണെങ്കിലാണ് ഇങ്ങനെ പറയുന്നത്, ആപ്നെ ബഹുത് അച്ഛേ സേ കിയാ. അല്ലെങ്കിൽ നിങ്ങളൊരു, ഇപ്പം നമ്മൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ പിണങ്ങിയിരിക്കുക, ഒരാൾ തീരെ വരുന്നില്ല, അപ്പൊ മറ്റേ ആളൊന്ന് വന്ന് നോക്കുമ്പോൾ ആപ്നെ ബഹുത് അച്ഛാ കിയാ എന്നാൽ എന്താ, അന്നേരം അച്ചാസി എന്ന് വേണ്ട, ബഹുത് അച്ഛാ കിയാ, നിങ്ങൾ ചെയ്തത് നന്നായി എന്നാൽ നിങ്ങൾ ഇവിടെ വരെ വന്നത് നന്നായി. അവൻ പേടിച്ചു പോയി, വോ ഡർ ഗയ, വോ ഡർ ഗയ, അവൻ പേടിച്ചു പോയി, അത് ഇപ്പുള്ള സംഭവമാണ്, അതുകൊണ്ടാണ് വോ ഡർ ഗയ. അവൻ പേടിച്ചു പോയിരുന്നു എന്ന് പറയണെങ്കിലോ വോ ഡർ ഗയ ഥാ. ഓക്കെ, കുറച്ച് നേരം മുന്നേത്തെ സംഭവം പറയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെ പറ്റി പറഞ്ഞാണെങ്കിൽ വോ ഡർ ഗയ ഥാ. അവൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞത് ഇപ്പം സംഭവിച്ചതാണ്, അപ്പൊ ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ നടന്ന സംഭവമാണ്, അതുകൊണ്ട് വോ ഡർ ഗയ എന്ന് മാത്രം മതി. ഓക്കെ, ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി, ജോ മേ ബോല വഹി കരോ, ജോ മേ ബോല, ഞാൻ എന്താണോ പറഞ്ഞത് അത് ചെയ്യോ. ഇവിടെ ബോല എന്ന് പറയണ്ടോ, ജോ മേ കഹ എന്ന് പറഞ്ഞാലും അവിടെ ശരിയാ, ജോ മേ കഹ വഹി കരോ, ജോ മേ ബോല വഹി കരോ. വഹി എന്ന് പറഞ്ഞാൽ അത് തന്നെ, വഹ് ഹി ആണ്, അത് വഹും ഹിയും കൂടിയാണ്, പക്ഷെ അത് സംസാരിക്കുമ്പോൾ വഹി എന്ന് പറഞ്ഞാലും ശരിയാണ്, വഹി ഹി എന്ന് എഴുതിയാലും തെറ്റില്ല, വഹി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ജോ മേ ബോല വഹി കരോ, ഞാൻ പറഞ്ഞതങ്ങ് ചെയ്താൽ മതി. ഓക്കെ, വൈകിയതിൽ ക്ഷമിക്കണം, മാഫ് കർണ ദേർ ഹുയി. ദേർ ഓന എന്ന് പറഞ്ഞാൽ ലേറ്റ് ആവുകയാണ്, ലേറ്റ് ആവുക. മാഫ് കർണ ദേർ ഹുയി, ദേർ ഹുയി, ഹുയി എന്ന് പറഞ്ഞാൽ ദേർ ഹോ ഗയ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മാഫ് കർണ എന്ന് പറഞ്ഞാൽ മാപ്പ് തരൂ, അല്ലെങ്കിൽ ക്ഷമിക്കൂ, ക്ഷമിക്കണം, ദേർ ഹോ ഗയ. നിനക്ക് എന്നെ എങ്ങനെ അറിയാം, തും മുझे कैसे जानते हो, തും മുझे कैसे जानते हो, തും എന്ന് പറഞ്ഞാൽ നീ, മുझे എന്നെ, കൈസേ ജാൻതെ എങ്ങനെ അറിയാം, നിനക്ക് എന്നെ എങ്ങനെ അറിയാം. ഇപ്പൊ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരാൾ നമ്മളോട് ചിരിച്ചു കാണിക്കുക, കൊഞ്ഞോ അടുത്തേക്ക് എന്ന് വർത്താനം പറയാ, നിങ്ങൾ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും അല്ലേ, നിനക്ക് എന്നെ എങ്ങനെ അറിയാം. അപ്പൊ എന്താ ചോദിക്കുക, തു മുझे കൈസേ ജാൻതെ ഹോ, നിനക്ക് എന്നെ എങ്ങനെ അറിയാം. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് മാത്രം നിങ്ങൾ പഠിക്കുക കേട്ടോ. ദയവായി മിണ്ടാതിരിക്കൂ, കൃപയാ ചുപ് രഹേ, കൃപയാ ചുപ് രഹേ. ഒന്നിക്കലും ദേഷ്യം വരുമ്പോൾ നമുക്ക് പറയാം, അല്ലെ കുട്ടികൾ ബഹളം ഉണ്ടാക്കി വരുമ്പം നമുക്ക് പറയാം, നമ്മൾ ടി വി കാണുക, അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ സംസാരിക്കുക, അപ്പൊ ആരെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാൽ ദേഷ്യത്തോടെ നമ്മൾ പറയാം, ദയവായി മിണ്ടാതിരിക്കുക, കൃപയാ ചുപ് രഹേ, കൃപയാ ചുപ് രഹേ. അത് ദയവായി എന്നില്ലെങ്കിലും ഓൺലി ചുപ് രഹോ അങ്ങനെ പറയാം കേട്ടോ. അവൻ ദയയുള്ളവനാണ്, വോ ദയാലു ഹെ, ദയയുള്ളവനാ പറയുന്നതാണ് ദയാലു, വോ ദയാലു ഹെ.
ഐ തിങ്ക് മലയാളത്തിലും ദയാലു എന്നുള്ള വേർഡ് ഉണ്ടെന്ന് തോന്നുന്നു. ബഹു ദയാലു ഹെ, അവൻ ദയയുള്ളവനാണ്. ഈസ് കൈൻഡ് ഹാർട്ടഡ്. ഓക്കെ, കൈൻഡ്നെസ് ഉള്ള ആള്. പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. എല്ലാവർക്കും ഈ സെന്റൻസ് ഉപയോഗപ്പെടും എന്ന് കരുതുന്നു. പക്ഷെ അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞ് പഠിക്കുക. കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഉറക്കെ പറഞ്ഞ് പഠിക്കുക. വീട്ടിലെ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ സംസാരിച്ച് തന്നെ പഠിക്കുക. സംസാരിക്കാതെ ഒരു ഭാഷയും പഠിച്ചെടുക്കാൻ പറ്റില്ല. തെറ്റിക്കോട്ടെ, തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞ് നിങ്ങളിത് പഠിച്ചെടുക്കണം കേട്ടോ. എല്ലാവരും ഉരുവിട്ട് പഠിക്കുക. പ്രത്യേകം ടോപ്പിക് വേണമെങ്കിൽ കമന്റിൽ അറിയിക്കുക. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പം ഇന്നലെ എനിക്ക് റിക്വസ്റ്റ് കിട്ടിയായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ, നോർത്ത് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് കൂടെ അടുത്തൊരു വീഡിയോ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാനത് ഒരെണ്ണം എടുത്തതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ